വോട്ട് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ മദ്രസിലും സ്കൂളിലൊക്കെ ലീവാട്ടോ. അപ്പം നാത്തുവിൻ്റെ മക്കളും ജ്യേഷ്ഠൻ്റെ മക്കളും ഒക്കെ വിരുന്ന് വന്നിക്കണം കേട്ടോ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ ചായക്ക് കടിയൊന്നുമില്ല. അപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് ആലോചിച്ച് ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് വീട്ടിലത്തെ അടുക്കളയിൽ കുറച്ച് മൈദപ്പൊടി കണ്ടത്. മൈദപ്പൊടി എടുത്ത് അതിന് പാകത്തിനുള്ള പഞ്ചസാര എടുത്ത് ഒരു ചെറിയൊരു കുണ്ടക്കൈലിന് കുറച്ച് പത്തിരിപ്പൊടിയും എടുത്ത് പിന്നെ കുറച്ച് അപ്പക്കാരം ഒരു 1/2 ടീസ്പൂണോളം അപ്പക്കാരവും എടുത്തിട്ടോ. എന്നിട്ട് അതിന് കുറച്ച് വെള്ളം പാർന്ന് ഓവറാവണ്ട, കുറച്ച് മതി കേട്ടോ. അതെല്ലാം കൂടി പാർന്നിട്ട് നല്ലോണം കയ്യണ്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ. കാരണം കൈകൊണ്ട് മിക്സ് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ വാക്കർ എന്തെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് തന്നെ ആകുമ്പം ഇതുപോലെ അങ്ങോട്ട് അത് ഹോട്ടലാണെങ്കിലൊക്കെ എന്ന് വെച്ചാൽ ഇങ്ങനെ കൈ കൊണ്ടാക്കിയാൽ എന്താ അറിയോ, നല്ല ടൈറ്റിലായി കിട്ടും. മറ്റേ ലൂസായി പോവും. എന്നിട്ട് നല്ലോണം ടൈറ്റായിട്ട് പഞ്ചസാരയും കൂടി ഒന്ന് കലങ്ങി തെളിയുമ്പോൾ ഒന്നുകൂടി ലൂസായി കിട്ടും. എന്നിട്ട് നല്ല ടൈറ്റിൽ ഇങ്ങനെ ഓവർ ലൂസാക്കരുത്. കാരണം നമ്മളെ ഹോട്ടലിലത്തെ പഴംപൊരി നിങ്ങൾ കണ്ടിക്കണോ, അങ്ങനത്തെ പഴംപൊരിയായി കിട്ടുന്നത്. അപ്പോൾ നമുക്ക് നോക്കേണ്ടത് ഇത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നത്, ഞാൻ പറഞ്ഞില്ലേ സ്ക്രിപ്റ്റും വീഡിയോ എല്ലാം ഞാൻ തന്നെയാണ്. അപ്പോൾ ഇത് പിടിക്കാനും ഇതാക്കാനൊന്നും ആരും ഇല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകമാക്കി വീഡിയോ എടുക്കാനും വെറൈറ്റി ആക്കി വീഡിയോ എടുക്കാനൊന്നും എനിക്കറിയില്ല. ഇതുപോലെ അങ്ങോട്ട് ചെയ്ത് നോക്കുകയാണ്. പഴംപൊരി അടിപൊളി വെറൈറ്റി പഴംപൊരിയാവും. വെറൈറ്റി അല്ല കേട്ടോ, നമുക്ക് കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന നല്ല പൊള്ളിയ പഴംപൊരിയില്ലേ, അതന്നെ സാധനം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ടിട്ടോ, അടിപൊളി പഴംപൊരി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമ്മളിത് എടുത്തെടുത്ത് ചുടുന്നതാണ് ഇങ്ങനെ കണ്ടില്ലേ, പക്ഷേ ക്യാമറമാൻ ഇല്ലാത്തത് കൊണ്ടാട്ടോ. അപ്പോൾ നല്ല ക്രിസ്പിയിലും അതേമാതിരി നല്ല പൊള്ളി വന്ന് ഇത് തോനെ മണിക്കൂറൊന്നും വെക്കണ്ട കേട്ടോ. ഇത് ഒരു 1/2 മണിക്കൂർ ഞാൻ അവിടെ വെച്ചിട്ട് ചുട്ട പഴംപൊരി ആട്ടോ. കാരണം പെട്ടെന്നാണ് ഇവർക്ക് എന്തെങ്കിലും ഒന്ന് വേണമല്ലോ എന്ന് ഓർത്ത്. പിന്നെ ഞാൻ മഞ്ഞപ്പൊടി ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ മഞ്ഞ കളറാകുന്ന ഇവിടുത്തെ മക്കൾക്ക് ഇഷ്ടമില്ലാത്തതും കൊണ്ടാട്ടോ.